യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. ഓറൽ ക്യാൻസറിനെതിരെ 2-minute ആക്ഷൻ പ്രചരണവുമായി സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ. ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ആക്ട് എഗെയിൻസ്റ്റ് ഓറൽ ക്യാൻസർ എന്ന മുദ്രാവാക്യമുയർത്തി വചനാർബുദത്തിനെതിരെ 2-minute ആക്ഷൻ ഫോർ ഓറൽ ക്യാൻസർ പ്രൊട്ടക്ഷൻ എന്ന പ്രചാരണത്തിന് തുടക്കമിട്ട സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. പരമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ MC പൗലോസ് 2-minute ആക്ഷൻ ഫോർ ഓറൽ ക്യാൻസർ പ്രൊട്ടക്ഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വചനാർബുദം വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്താണ് കണ്ണാടി ഉപയോഗിച്ച് അതിവേഗം സ്വയം പരിശോധന നടത്തുന്നതിനായുള്ള പ്രചാരണത്തിന് തുടക്കമിട്ടത്. വായിൽ വെളുപ്പോ ചുവപ്പോ നിറത്തിലുള്ള പാടുകൾ, നോൺ ഹീലിംഗ് അൾസർ, ബ്ലീഡിംഗ്, ശബ്ദവ്യത്യാസം, അസാധാരണമായ വീക്കം എന്നിവയിലൂടെ വായിലെ ക്യാൻസർ തിരിച്ചറിയാൻ കഴിയുന്ന സ്വയം പരിശോധനാ രീതി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. സ്വയം പരിശോധനയിലൂടെ കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാനും ക്യാൻസർ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും കഴിയും. വെറും 2 മിനിറ്റ് കൊണ്ട് ക്യാൻസർ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും ക്യാൻസർ അപകടകരമായ നിലയിലേക്ക് എത്തുന്നത് തടയാനും കഴിയും. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് സ്വയം പരിശോധനയ്ക്കുള്ള സൗകര്യം വെയിറ്റിംഗ് ഏരിയകളിൽ സജ്ജമാക്കും. കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ മാത്യൂസ് ജോസ്, കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ S സുഗേഷ്, കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ആൻഡോ ബേബി, കൺസൾട്ടന്റ് ഹെഡ് ആൻഡ് നെക്ക് സർജനും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ആദർശ് ആനന്ദ്, കൺസൾട്ടന്റ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജനുമായ ഡോക്ടർ പ്രേം ശശികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മുടെ പുകയിലയുടെ ഉപയോഗം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നോർത്തിലേക്ക് ചെല്ലുന്തോറും ഇതിന്റെ പുകയില അല്ലാതെ സ്മോക്ക്ലെസ് ടൊബാക്കോയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സ്മോക്ക്ലെസ് ടൊബാക്കോ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഡയറക്റ്റ് ഓറൽ ക്യാവിറ്റിയിലുള്ള ക്യാൻസേഴ്സ് കൂടുതലാണ്. അപ്പോൾ ഓറൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വായിലെ ക്യാൻസർ, ഈ ബക്കൽ മ്യൂക്കോസ, വീണ്ടും തൊണ്ടയിലേക്ക് പോകുന്ന ക്യാൻസേഴ്സ്, ഇതെല്ലാം കൂടുതലായിട്ട് കാണുന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പം റീസെന്റ് കുറച്ച് കാരണങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാത്തവരിലും നമുക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വൈറസുകളുണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഒരു ഇത് നമ്മൾ ഓറോഫാരിങ്സിൽ തൊണ്ടയിലുള്ള ക്യാൻസർ കൂടുതലായിട്ട് കാണാനായിട്ട് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ക്യാൻസേഴ്സ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇവിടുന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മളൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒരിടത്ത് പോയി സർജറി ചെയ്യുന്നു. പിന്നീടാണ് ആ പേഷ്യന്റ്. ദശലക്ഷക്കണക്കിന് ക്യാൻസർ രോഗികൾ രാജ്യത്തുണ്ടെന്നും രോഗനിർണയത്തിലെ കാലതാമസം, ബോധവൽക്കരണത്തിന്റെ അഭാവം, കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാകാതിരിക്കുക എന്നിവയാണ് ഉയർന്ന രോഗാവസ്ഥയ്ക്കും മരണനിരക്കിനും കാരണമെന്നും ഡോക്ടർ മാത്യൂസ് ജോസ് ചൂണ്ടിക്കാട്ടി. ജീവിതശൈലിയിലെ മാറ്റങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളും എല്ലാ പ്രായത്തിലുമുള്ളവർക്കും ക്യാൻസർ വ്യാപിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പുകയില, മദ്യപയോഗം, മലിനീകരണം, ഭക്ഷണ അസന്തുലിതാവസ്ഥ, മോശം ജീവിതശൈലി എന്നിവയെല്ലാം വചനാർബുദം വർദ്ധിക്കുന്നതിന് കാരണങ്ങളാകാമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ക്യാൻസർ ബാധിതരുടെ നിരക്ക് കുറയ്ക്കുന്നതിന് പൊതുജന അവബോധവും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സൗകര്യവും പ്രധാനമാണെന്നും ഡോക്ടർ മാത്യൂസ് ജോസ് ചൂണ്ടിക്കാട്ടി. തല, കഴുത്ത് എന്നിവയിൽ ക്യാൻസർ ബാധിക്കുന്നവരിൽ ലോകത്തിന്റെ തന്നെ തലസ്ഥാനമാണ് ഇന്ത്യ. ഓരോ വർഷവും 2 ലക്ഷം പേരെങ്കിലും പുതുതായി ക്യാൻസർ ബാധിതരാകുന്നു എന്നാണ് കണക്ക്. ഇത് മറ്റേതൊരു രാജ്യത്തെ അപേക്ഷിച്ചും ഉയർന്ന നിരക്കാണ്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.